ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജ് ലൈഫിനെ പറ്റിയാണ്. എനിക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല, എങ്ങനെ ഇത് തുടങ്ങും എങ്ങനെ ഇത് അവസാനിക്കുന്ന ഒരു പ്ലാനിങ്ങൊന്നും ഇല്ല. എന്തായാലും അങ്ങോട്ട് തുടങ്ങാം, എവിടെ അവസാനിക്കുന്നൊന്നും അറിയില്ല. പക്ഷേ ജസ്റ്റ് എൻ്റെ 2-3 വർഷം മുമ്പുള്ള എൻ്റെ കോളേജ് ലൈഫിനെ പറ്റിയാണ് ജസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നുമില്ല, അതും ജസ്റ്റ് ഷെയർ ചെയ്യണം തോന്നി, അത്രേ ഉള്ളൂ. വലിയ വമ്പൻ ലൈഫൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ കഥ തുടങ്ങുന്നത് നമ്മൾ +2 ഒക്കെ പഠിക്കുമ്പോൾ ടൈമിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 പഠിക്കണവരെ എനിക്ക് ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല. നാട്ടിലായാലും സ്കൂളിലായാലും എല്ലാവർക്കും ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ഒരു 4 പേരിൻ്റെ 5 പേരിൻ്റെ ഒക്കെ ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ്. ഇപ്പോൾ നാട്ടിലെ പരിപാടിക്കായാലും സിനിമക്ക് പോകാനും എല്ലാ പരിപാടിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ +2 വരെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. എനിക്കാകെ ഫ്രണ്ട്സായിട്ട് എന്ന് പറയാൻ നാട്ടിലത്തെ എന്നെക്കാൾ 5-6 വയസ്സ് താഴെയുള്ള ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അതെ, എനിക്കൊരു വലിയൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഒന്നുമില്ല. എൻ്റെ അമ്മയപ്പോൾ എപ്പോഴും ഞാൻ കളിയാക്കും അത് പറഞ്ഞിട്ട്. കാരണം എൻ്റെ താത്തയൊക്കെ പറയും ഇക്കാരും അങ്ങനെ വിളിക്കാനുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഈ പരിചയക്കാർ കുറേ ഉണ്ട്, പക്ഷേ ഫ്രണ്ട് പറഞ്ഞാൽ ഡിഫറെൻ്റ് അല്ലേ. +2 വരെ പീക്ക് ലെവൽ അങ്ങനെയായിരുന്നു. ഒരാളും ഒരു കമ്പനിയൊന്നും ഇല്ലാതെ ഞാൻ മുമ്പോട്ട് പോയത്. അപ്പോൾ പക്ഷേ ഡിഗ്രി എത്തുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാങ് ഓഫ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം. മെയിൻ ലക്ഷ്യം ഡിഗ്രിയിൽ ഞാൻ ചേരാൻ തന്നെ കാരണം എനിക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ പുറത്തൊക്കെ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ഈ ഡിഗ്രി ഫ്രണ്ട്സ്, ക്യാമ്പസ് ലൈഫ്, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതൊക്കെയാണല്ലോ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുക. കോളേജ് ലൈഫ് അങ്ങനെയാവും നല്ല തോന്നുക. അപ്പോൾ അതൊക്കെ ഭയങ്കര പൂതിയാണ് എനിക്ക്. പഠിക്കലല്ല, ഇതിന് മുമ്പ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് വേണം. എനിക്ക് എന്ന് പറയാൻ ഒരു 4 ആൾ വേണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു ഡിഗ്രി ചേരുന്ന മുമ്പ്. 2-3 വർഷം മുമ്പേ ഫുഡ് ടെക്നോളജി പറഞ്ഞൊരു കോഴ്സാണ്. എനിക്ക് കോഴ്സിനെ പറ്റി ഒന്നും അറിയില്ല. വീട്ടുകാർ പറഞ്ഞു എനിക്കറിയില്ല, ഏതെങ്കിലും കോഴ്സ് എടുത്ത് പോവുക, വീട്ടുകാർ പറയണത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. സ്പോർട്സ് കോട്ടയിലാണ് കയറിയത്. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ അത് കിട്ടി, അത് കയറി. എൻ്റെ മെയിൻ ലക്ഷ്യം ഇതേപോലെ ഫ്രണ്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ലൈഫ് ലോങ് വരെ നമ്മുടെ ഒപ്പം നിൽക്കണ കുറച്ച് ടീംസിനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഡിഗ്രി ചേർന്നത്. പിന്നെ ഡിഗ്രി തുടങ്ങി ആദ്യത്തെ ഒരു 1 മന്ത് ഭയങ്കര രസമായിരുന്നു. 1 മന്ത് എന്ന് പറഞ്ഞാൽ പീക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. കാരണം ഞാൻ ഡിഗ്രി ചെല്ലുന്നു, ഓരോ ഫ്രണ്ട്സിനെ കാണുന്നു, ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. ഞാൻ MES കല്ലടി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ല, കുറേ ആൾക്കാരുണ്ട്, കുറേ പുതിയ മുഖങ്ങൾ, പുതിയ രീതികൾ, സംസാരങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ കോളേജിൽ പോകാനും വരാനൊക്കെ. ഫസ്റ്റ് 1 മന്ത് സിനിമയിലും പുറത്തൊക്കെ കാണുന്ന പോലെ ഒരു ലൈഫ് എനിക്ക് കിട്ടി എന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കോളേജിൽ പോയിരുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ഡിസാസ്റ്റർ ആയിരുന്നു. അതായത് എന്താ പറയുക, പിന്നെ അങ്ങോട്ടൊരു 2.5 വർഷം പണ്ടേ കൂട്ടത്ത് കൂടിയിരുന്നില്ല ഞാൻ. പണ്ടേ ഒരാളും എന്നെ കൂട്ടത്ത് കൂട്ടിയിരുന്നില്ല. ഒരു 4 പേര് കൂടുന്ന സ്ഥലത്ത് ഞാൻ ചെന്നാലും അവിടെ ഒരു 5ാമനായിട്ട് പിന്നിലോട്ട് മാറി നിൽക്കല്ല, നമ്മളാവും അങ്ങനെ ഒരു 3rd വീലാവും. നമ്മളെപ്പോഴും ബാക്കിലോട്ട് പോകും. നമ്മളങ്ങനെ ഒരാളുടെ ഫേവറേറ്റ് ആയിരുന്നില്ല, എല്ലാവർക്കും ഓപ്ഷനായിരുന്നു. അത് ഞാൻ ഇതായിട്ട് പറയല്ല, പക്ഷേ വലിയ കാര്യമാക്കി ആരും എടുത്തിരുന്നില്ല നമ്മളെ പണ്ടുമില്ലേ. ഇപ്പോൾ മദർസയിൽ പോണ കാലത്തായാലും അതേപോലെ മദർസയിൽ എല്ലാവരും ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ വിളിക്കുമ്പോഴും ഇന്നാരും വിളിച്ചൊന്നും ചെയ്തില്ല. ഞാൻ ഒറ്റയ്ക്ക് മദർസയ്ക്ക് നടന്നു പോയതാണ്. അപ്പോൾ അന്ന് മുതലേ തുടങ്ങിയതാണ്. നമ്മൾ 3 പേര് നടന്നു പോയി വിചാരിച്ചോ, 3ാമത്തെ ആൾ ഞാനാണെങ്കിൽ ഞാൻ പിന്നിലാവും നടക്കുക, ബാക്കി 2 പേര് മുമ്പിൽ വർത്താനം പറഞ്ഞു പോകും. മദർസ ടൈമിലേ അങ്ങനെയായിരുന്നു. ഇതിന് ലക്ഷ്യം ഡിഗ്രി ചേർന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാക്കണം. പക്ഷേ 1 മന്ത് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അത് തെറ്റല്ല, കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അപ്പോൾ ക്ലാസ്സിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ആൾക്കാരുമായിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങി. ഓല അറിയാണ്ട് തന്നെ. അത് നോർമലാണ്, നമുക്കത് കുഴപ്പമൊന്നുമില്ല. 4 പേരിൻ്റെ ഒരു ഗ്രൂപ്പ്, 5 പേരിൻ്റെ ഗ്രൂപ്പ്, 3 പേരിൻ്റെ ഒരു ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങി. അതായത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് ഓരോരുത്തർ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിലും ഞാൻ പെട്ടില്ല. എല്ലാവർക്കും ഗ്രൂപ്പ് ഫോം ചെയ്തു, ഓരോ ബെസ്റ്റ് ഫ്രണ്ട്സും ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സും. ഈ ഒരു ഗ്യാങ്ങിലും ഞാൻ പെട്ടില്ല എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ ഞാനാകെ ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ നമുക്ക് ഒന്ന് ബലുമായിട്ട് ഭയങ്കര ഇൻട്രാക്ട് ചെയ്തൊന്നു ബലിൻ്റെ ഗ്രൂപ്പ് ചേരാമെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, 4 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ തുടങ്ങി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർവെല്ലായാലും ഉച്ചക്കായാലും നമ്മളാരും വിളിക്കൊന്നുമില്ല, എങ്ങോട്ടും പോകാനും വിളിക്കില്ല, എങ്ങോട്ടും കൂട്ടുമില്ല, നമ്മളാരും ഇങ്ങോട്ടും വിളിക്കൊന്നുമില്ല. നമ്മളറിഞ്ഞ് ചെന്നാൽ തടയൊന്നുമില്ല, പക്ഷേ നമ്മളെ ഇങ്ങോട്ടാരും വിളിക്കൊന്നുമില്ല. വിളിക്കൊന്നും വേണ്ട, നമ്മളത്ര ഇതൊന്നുമല്ല, വിളിക്കൊന്നും വേണ്ട, എന്നാലും അത് കുഴപ്പമില്ല. പക്ഷെ ചെന്ന് കഴിഞ്ഞാലും നമ്മളതൊരു സോൺ ഔട്ടായി പോകും. അതായത് ഉദാഹരണം 4 പേരുടെ ഗ്രൂപ്പ്, ഞാൻ അവരുമായിട്ട് ഭയങ്കര മിങ്കിളാവാൻ ശ്രമിക്കുകയാണ്, കാരണം എനിക്ക് ആ ഗ്രൂപ്പിൽ എൻ്റർ ആവണം. ഞാനതിന് ശ്രമിക്കും.
എന്നിട്ട് ഞാൻ ചെന്ന് അവരുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയും. പക്ഷേ അവരെങ്ങോട്ടും പോകുമ്പോൾ എന്നെ വിളിക്കുകയോ അവരുടെ സൈഡിൽ നിന്ന് ഒരു താല്പര്യമൊന്നുമില്ല. വേണ്ടാന്ന് പറയില്ല, പക്ഷേ നമുക്കറിയാമല്ലോ താല്പര്യമില്ലാന്ന്. കാരണം ഓൻ്റെ ഒപ്പം നടക്കുമ്പോഴും ചോദിച്ചതിന് ഉത്തരം പറയും എന്നല്ലാതെ രണ്ടാമതൊരു വാക്ക് നമ്മളോട് ചോദിക്കില്ല. ഒരു കോൺവെർസേഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്യുക, നമ്മളൊന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം അങ്ങോട്ട് ചോദിക്കും, അപ്പോൾ നാളെ നമ്മൾ അങ്ങോട്ട് ചോദിക്കും, അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിലോട്ടൊക്കെ എൻ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ ക്ലാസ്സിലത്തെ ബോയ്സിൻ്റെ ഒരാളും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ അടുത്ത് കാണിച്ചില്ല. ഞാനൊരു 3-4 മാസം തന്നെ ശ്രമിച്ചു, ആരുടെങ്കിലൊക്കെ ഒരു ഫ്രണ്ട് ആവണമല്ലോ. അപ്പോൾ 3 പേര് 4 പേര് 5 പേരുടെ ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ഒപ്പമൊക്കെ ഞാൻ ചെന്നാലും എത്ര ചെന്നാലും പിന്നീട് പോകുമ്പോൾ അവർ നമ്മൾ ഇൻ്റർവെല്ലിന് പുറത്തേക്ക് പോയി ഡേക്കാൻ പോകുമ്പോഴൊന്നും നമ്മളെ വിളിക്കില്ല. ഒപ്പം തന്നെ അറിയാമല്ലോ, നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ലൈക്ക് നമ്മൾ സംസാരിക്കുമ്പോഴടക്കം ചോദിച്ചാൽ ഉത്തരം പറയുന്നല്ലാതെ അതിൽ കൂടുതലൊരു വർത്താനം ഉണ്ടാവില്ല. അവർ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകും, അപ്പോഴൊന്നും ബാക്കി 4 പേരെയും വിളിക്കും, 5ാമത് എന്നെ ആരും വിളിക്കൊന്നുമില്ല. ഞാൻ കണ്ടറിഞ്ഞോ നിങ്ങളെ പോയില്ലേടാ അപ്പം എന്നെ വിളിച്ചൂടെ എന്നാ ചോദിക്കും. അങ്ങനെ ഒരു 10 വട്ടം ചോദിച്ചാലും തിരിച്ച് വിളിക്കൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അറിഞ്ഞ് ചോദിക്കണം, എന്നിട്ട് പിന്നാലെ പോകണം. ലൈക്ക് അവരെ ഫോളോ ചെയ്ത് പോകുന്ന ഒരാളായിട്ടാണെന്നല്ലാതെ ഫ്രണ്ടായിട്ടൊന്നും ആരും നമ്മളങ്ങനെ എടുത്തിരുന്നില്ല. അതിപ്പോൾ പറഞ്ഞുതരും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, അത് ഫീൽ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ചെയ്യുന്നത് എൻ്റെ. പിന്നെ അങ്ങോട്ട് ലൈക്ക് പീക്ക് ഡിപ്രഷൻ തന്നെ പച്ചക്ക് പറയാം, അത്ര സങ്കടം തന്നെയായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 90% സങ്കടം തന്നെയായിരുന്നു. കാരണം ക്ലാസ്സിൽ തന്നെ 3-4-5 ഗ്രൂപ്പ് ഫോമായി. ഒരു ഗ്രൂപ്പിൽ ഞാനില്ല, ഞാൻ ഒറ്റയ്ക്ക് ലാസ്റ്റ് ബെഞ്ചിൽ, അതേന്ന് പോയിന്റ്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നിരുന്നു ക്ലാസ്സിൽ. ലൈക്ക് ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ പോയിരിക്കും, ഒരാൾ എൻ്റെ കൂടെ ഇരിക്കില്ല. എനിക്കൊരു സോറും വേണ്ടി ഞാനിങ്ങനെ വിളിക്കും ആരെങ്കിലും, എടാ ഇവിടെ വന്നിരിക്കും പറയും. അപ്പോൾ അവർ പറയും അത് മറ്റവൻ വരട്ടെ, എന്നാൽ ഞാൻ വരാം, ഇവൻ വരട്ടെ എന്നൊക്കെ പറയും. ഒരു 10-20 തവണ എന്നെ ഒറ്റയ്ക്ക് കണ്ട ആരെങ്കിലും ഒന്ന് വിളിക്കും എന്നല്ലാതെ നമുക്കാരും നമ്മൾ വിളിക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു ഈഗോ ഒന്നും ഇല്ല നമുക്ക്. പക്ഷേ അങ്ങോട്ട് ചെന്നാലും വലിയ സംസാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉദാഹരണം, ഈ ഒറ്റയ്ക്ക് ഇരിക്കണതിനേക്കാൾ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഒറ്റക്കാവുമല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഞാൻ പോയി, അതിൽ ഭയങ്കര സോൺ ഔട്ടായിട്ട് ആരും വലിയ വാല്യൂ അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കാതെ ഇരിക്കുമ്പോഴൊരു സങ്കടം ഉണ്ടാവുമല്ലോ, അതാണ് ഏറ്റവും പീക്ക്. അതിനും പേര് ഒറ്റയ്ക്ക് ഇരിക്കണതാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും, എന്നിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചാലും വരുമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് അതറിഞ്ഞ് പോയാലും വലിയ കോൺവെർസേഷൻ ഒന്നും ഉണ്ടാവില്ല. ഞാനവിടെ സൈലൻ്റായിട്ട് ഇരിക്കുക എന്നല്ലാതെ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാനുള്ള സ്കില്ല്, ഇതൊക്കെ എൻ്റെ തെറ്റാവും കേട്ടോ, ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ തെറ്റാവും. പക്ഷെ എന്തുകൊണ്ടോ ഫ്രണ്ട്സ്, എന്തൊന്നും ആരുടെ കുറ്റവും തെറ്റൊന്നുമല്ല കേട്ടോ, നമ്മളങ്ങനെ ആയതുകൊണ്ടാവും. ഞാൻ എൻ്റെ തെറ്റ് തന്നെയാവും ഇതൊക്കെ. കാരണം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒന്നുമല്ലല്ലോ. അപ്പോൾ ലൈക്ക് ഒരു വ്യക്തിക്ക് എന്നെ ഫേവറേറ്റ് ആക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഫ്രണ്ട്ഷിപ്പ് വൈസ് എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊരു, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്നിട്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു കോളേജ് ലൈഫ്. ആദ്യമൊക്കെ ഫുഡ് കഴിച്ചിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു, പിന്നെ എല്ലാവരും പുറത്ത് പോയി കഴിക്കാൻ തുടങ്ങി, ഞാൻ ഒറ്റയ്ക്കായി. 2.5 വർഷം ഞാൻ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ മുക്കിലിരുന്ന് ഫുഡ് കഴിക്കും. ആദ്യമൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു, പിന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കും, ആരും മെയിൻഡാക്കുക അല്ലെങ്കിൽ ആരും അങ്ങനെയൊന്നും കമ്പനിയൊന്നും ആരും വരുമൊന്നുമില്ല. എല്ലാവരും പുറത്ത് പോയി കഴിക്കും. പുറത്ത് പോകുമ്പോഴും ഒരാൾ നമ്മൾ വിളിക്കുമില്ല. ഒരു ദിവസം ഞാൻ അങ്ങനെ ഫസ്റ്റ് ബെഞ്ചിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോൾ സാറ് പറഞ്ഞു അൽത്താഫ് അതാ ഒറ്റയ്ക്ക് ഇരിക്കണം, അൽത്താഫിൻ്റെ കൂടെ ആരെങ്കിലും പോയി ഇരിക്കുമെന്ന് ചോദിച്ചു. എനിക്കിപ്പോഴും ആ സന്ദർഭം ഓർമ്മയുണ്ട്. ഒരാളും വന്നില്ല. ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ചിരിച്ചിങ്ങനെ അവിടെ മുണ്ടാണ്ടിരുന്നു. ഒരാളും വരാൻ, അത് ഉള്ളിൻ്റെ തെറ്റല്ല, പക്ഷേ ഉൾക്ക് താല്പര്യമില്ല. ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഉൾപ്പെടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുപ്പല്ലേ ആദ്യം പോവുക. ആരുടെ ഫേവറേറ്റ് ആയിരുന്നില്ല ഞാൻ, അപ്പോൾ അതുകൊണ്ടാണ് ആരും വരാത്തത്, അല്ലാണ്ട് അവൻ്റെ കുറ്റമൊന്നുമല്ല. ഇത് ചന്ദനത്തിന് കേട്ടോ. ഇതൊക്കെയായിരുന്നു ഭയങ്കരമായിട്ട് എന്നെ അലട്ടിയെന്നൊരു കാര്യം. ആദ്യം ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണ് ഫെയിലിയർ വന്നത് കോളേജ് ലൈഫിൽ. +2 വരെ അത് ഫെയിൽ ചെയ്യുന്നു. കോളേജ് ലൈഫിൽ അത് ഒന്നുകൂടി മനസ്സിലായി, ഇത് നടക്കുന്ന പരിപാടിയല്ലാന്ന്. ബോയ്സ് ആരും ഫ്രണ്ട്സായി വരുന്നില്ല. ഓക്കെ, പിന്നെ ഗേൾസിൻ്റെ സൈഡിൽ ഫസ്റ്റ് ബെഞ്ച് എപ്പോഴും കാലിയാണ്. അപ്പം ഞാൻ അവിടെ പോയിരിക്കും. ലൈക്ക് ലിറ്ററലി ഫുൾ ബോയ്സ് ഈ സൈഡിലുണ്ടാവും, അപ്പുറത്ത് ഫുൾ ഗേൾസ് ഉണ്ടാവും. ഗേൾസിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ബെഞ്ച് കാലിയായി കിടക്കുന്നുണ്ടാവും. അവിടെ പോയി ഞാൻ അധികം ഇരിക്കുക. അത് നമ്മുടെ വിധി എന്ന് വിചാരിച്ച് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. പഠിത്തത്തിൽ നോക്കാൻ തുടങ്ങി. പഠിത്തമാണ് കോമഡി. ഞാനെടുത്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫുഡ് ടെക്നോളജിയാണ്. എനിക്കൊരു തരത്തിലും താല്പര്യമില്ല. ഇനിയിപ്പോൾ അത് പാസ്സായാൽ തന്നെ ആ ജോലിക്കും ഞാൻ പോകില്ല. കാരണം കേക്ക്, കുക്കി, അതൊക്കെ മേക്ക് ചെയ്യുക, അങ്ങനെ കുറേ എന്താ പറയുക, എനിക്ക് തന്നെ ഇപ്പം തന്നെ എനിക്ക് പറയാൻ അറിയില്ല. അതെന്തൊക്കെ പഠിക്കാനുള്ളത്. നമുക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. താല്പര്യമില്ല, ഓക്കെ, എന്നാലും പഠിച്ച് പാസ്സാണല്ലോ. ഇപ്പോൾ സ്പോർട്സ് കോട്ടയാണെങ്കിലും പൈസ സ്റ്റിൽ സെമ്മ് കൊടുക്കണമല്ലോ. താല്പര്യം ഇല്ലാണ്ട് പഠിക്കുമ്പോൾ നമ്മൾ ഈ കാണാപ്പാടല്ലേ പഠിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡിലൊന്നും നിൽക്കില്ല. എല്ലാ എക്സാമിനും ഞാൻ തോറ്റു. എല്ലാ എക്സാമിനും ഞാൻ പൊട്ടും ചെയ്യും. സപ്ലി ഉണ്ടാവും. സപ്ലി എക്സാം എഴുതി അതിലും സപ്ലി ഉണ്ടാവും. അങ്ങനെ ഒരു പോയിന്റിലോട്ട് എത്തി. ലിറ്ററലി ഫ്രണ്ട്ഷിപ്പ് ഒരു ഭാഗത്ത് തകർന്ന് തരിപ്പണായി. ഒരാൾക്കും നമ്മൾ ഫേവറേറ്റ് അല്ല. അതേപോലെ തന്നെ എന്തായി,
പഠിത്തത്തിൻ്റെ കാര്യത്തിലും ഭയങ്കരമായിട്ട് തകർന്നു. കാരണം എല്ലാത്തിലും തോൽക്കുകയാണ്. എത്ര പഠിച്ചിട്ടും കയറുന്നില്ല. നമ്മുടെ ഇതും നടക്കുന്ന കാര്യമല്ല. പഠിത്തത്തിലും പൊട്ടി. ഈ 2 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ക്രഷ് തോന്നുക, അതൊക്കെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതെന്താണെന്ന് വെച്ചാൽ +2 വരെ ഒരു പെണ്ണ് നമ്മൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ലിറ്ററലി +2 വരെ ഞാൻ എന്തായാലും മോൺസ്റ്റർ പോലെയായിരുന്നു. ഒരു പെണ്ണും നമ്മുടെ അടുത്ത് സംസാരിക്കില്ല. ഞാനും ശ്രമിക്കലില്ല, എന്നാലും ഒരു പെണ്ണും ലിറ്ററലി എൻ്റെ അടുത്ത് സംസാരിക്കൊന്നുമില്ല. എന്തെങ്കിലും ടീച്ചർ ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയാൻ വന്നാൽ പോലും ഈ ഗേൾസിൻ്റെ മുഖത്തൊരു പുച്ഛ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. ഇങ്ങനെ തിരിയണാണ് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇത്ര ഭംഗിയില്ലാത്ത ഒരാളാണോ, ഞാനെന്താ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച കാലമുണ്ട്. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ആലോചിച്ചു. കാരണം ഭയങ്കരമായിട്ട് അവഗണന കിട്ടിയൊരു ടൈമാണ് ഈ +2 വരെ ഈ ഗേൾസിൻ്റെ എനിക്ക്. കാരണം ശരിയാണ്, ഞാൻ ഇന്ന് ലുക്കുണ്ട് എന്നല്ല പറയണത്, പക്ഷേ അന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല. അപ്പോൾ ഇന്നും അങ്ങനെ ഇന്നുണ്ട് എന്നല്ല പറയണത്, പക്ഷേ അന്നൊക്കെ ഭയങ്കരമായിട്ട് ഗേൾസിൻ്റെ അവഗണന കിട്ടും. നമ്മൾ എന്തോ ഒരു മോൺസ്റ്ററിൻ്റെ പോലെയൊക്കെ കാണും. നമ്മൾ മെയിൻ രീതിയിലെങ്കിലും വേണ്ടില്ല, ഒരു പുച്ഛൊക്കെ കാണിക്കും നമ്മുടെ അടുത്ത്. നമ്മുടെ സൈഡിൽ കൂടെ വരിക തന്നെയല്ല. അങ്ങനത്തെ ഒരു ടൈമായിരുന്നു +2 വരെ. അപ്പോൾ ഓക്കെ, ഡിഗ്രി എത്തിയിട്ട് ഞാൻ പുറത്തു കൂടെ ഒക്കെ നടക്കുമ്പോൾ അങ്ങനെ എല്ലാവരും റിലേഷൻഷിപ്പിൽ ക്യാൻറ്റീനിലൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് പെണ്ണുങ്ങളുടെ പിന്നാലെ ആണുങ്ങൾ നടക്കുന്നതൊക്കെ കാണുന്നു. അപ്പോൾ പേഴ്സണലി എനിക്ക് അന്നും ഇന്നൊന്നും പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാൻ താല്പര്യമില്ല. കാരണം അതൊരു ശല്യമാണ്. നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മുടെ പെങ്ങളുടെ പിന്നാലെ ആരെങ്കിലും നടന്നാൽ അവനെ പോയി നമ്മൾ അടിക്കുമല്ലോ. നമ്മൾ വേറൊരുത്തൻ്റെ പെങ്ങളുടെ പിന്നാലെ നടക്കണതിൽ എന്തർത്ഥമുള്ളത് എന്നുള്ള ചിന്ത പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റിൽ എൻ്റെ മനസ്സിൽ ഞാൻ പറയാം, ഒരു നിഷ്കളങ്കമായൊരു മനസ്സായിരുന്നു. അതായത് ഇപ്പോഴുള്ള പോലെയൊന്നും അല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിഷ്കളങ്കമായൊരു മനസ്സായിരുന്നു. ഈ പ്രേമം, ക്രഷ് വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന, അതൊക്കെ ഡ്രീം ചെയ്ത് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്നും പഠിക്കാണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാണ്ടാണ് ഇതിലോട്ടൊക്കെ ആഗ്രഹം തോന്നുന്നത്. ഇന്ന് കാണുന്ന ഈ ഒരു മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ അറിവൊന്നും അന്നില്ല. അന്ന് നമ്മളൊരു കുട്ടിയാണ്, +2 എത്തിയെന്നുള്ളൂ, എന്നാലൊരു കുട്ടിയാണ്. മാനസികമായിട്ടൊരു കുട്ടി. ദേഷ്യത്തിൻ്റെ ഒക്കെ ഇഷ്യൂ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് കുറേ ഫ്രണ്ട്സൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ഞാൻ അത്ര വീക്കെന്ന് ഈ കുട്ടികളെങ്ങനെ, ഈ കുട്ടികൾ പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഓരോന്നും ചെറുതായിട്ട് തല്ലിയ ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ ചില കുട്ടികൾ കരയും, ചില കുട്ടികൾ വേഗം വന്ന് നമ്മൾ അടിക്കും ദേഷ്യം കൊണ്ട്. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. കാരണം പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക്. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ പറഞ്ഞു വന്ന പോലെ ഈ റിലേഷൻഷിപ്പൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. വേണം എന്നൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങനെ കിട്ടിയെങ്കിൽ എന്നൊക്കെ ഒരു ആഗ്രഹം, നമുക്കൊരു നിഷ്കളങ്കമായ മനസ്സിൽ തോന്നുന്ന ഒരു വികാരമൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ നടക്കുമ്പോഴും ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആരെങ്കിലും വരും, ഗേൾസ് ആരെങ്കിലും. അപ്പോൾ നമുക്കതൊരു ഉള്ളിലൊരു ബട്ടർഫ്ലൈ നമുക്കങ്ങനെ ആരും നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര പൊലിവാണ്, ഈ കുട്ടി നമ്മുടെ അടുത്ത് സംസാരിച്ചു, നല്ല കുട്ടി എന്നൊക്കെ തോന്നുന്നു. നമുക്കിങ്ങനെ ക്രഷ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയേണ്ടത് അറിയില്ല. പ്രേമം, റിലേഷൻഷിപ്പൊന്നും ഒന്നും പെട്ടിട്ടില്ല ഇതുവരെ, അൽഹംദുലില്ലാ. പക്ഷേ ഇതേപോലെ ഇത് തോന്നും, എന്താ പറയുക, ക്രഷൊക്കെ തോന്നും. ഈ കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ആദ്യമായിട്ടൊരു പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കണേ എന്നൊക്കെ ഇഷ്ടം ഇങ്ങനെ തോന്നും. ഇഷ്ടം തോന്നിയെന്ന് വിചാരിച്ച് പിന്നാലെ നടക്കുക, ശല്യം ചെയ്യേ ഒന്നും ചെയ്യില്ല. ജസ്റ്റ് വിട്ട് നടക്കുകയേ ചെയ്യുള്ളൂ. എത്രത്തോളം ഇഷ്ടം തോന്നുന്നോ അത്രയും വിട്ട് നടക്കാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ക്രഷൊക്കെ, ഈ പ്രായത്തിൻ്റെ ഒരു ചാബല്യം എന്നൊക്കെ പറയുന്ന പോലെ ക്രഷൊക്കെ ഇങ്ങനെ തോന്നും. അതൊക്കെ തോന്നിയിരിക്കണം. ഇപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ, ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ക്രഷ് തോന്നും. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വളരെ പരാജയമായിരുന്നു ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രഷ് തോന്നിയ കുട്ടിയൊക്കെ നമ്മളോടൊന്നും ഇഷ്ടം തോന്നില്ലല്ലോ അങ്ങനെ ആർക്കും അത് അധികം. അപ്പോൾ അവർ വേറെ കല്യാണം കഴിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്തു മെൻ്റലി. അപ്പോൾ ടൈമിൽ ഭയങ്കരമായിട്ടുള്ളൊരു, അതായത് ഫ്രണ്ട്ഷിപ്പ് സൈഡിൽ ഞാൻ തോറ്റു, എഡ്യൂക്കേഷൻ സൈഡിൽ ഞാൻ തോറ്റു, റിലേഷൻഷിപ്പ് സൈഡിലും എനിക്കൊന്നും വർക്കാവുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പീക്ക് ലെവൽ ഓഫ് സങ്കടത്തിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. എല്ലാം കൊണ്ടും ഞാൻ എന്താണോ കോളേജ് ലൈഫിൽ ഉദ്ദേശിച്ച് അതൊന്നും കിട്ടാത്തൊരവസ്ഥ. ക്ലാസ്സിൽ നിന്ന് പലപ്പോഴും കണ്ണിന്നൊക്കെ വെള്ളം വരും, ഭയങ്കരമായിട്ട് കണ്ണിന്നൊക്കെ വെള്ളം വരും. അതായത് നമ്മൾ ഒരു പരിധി വരെയൊക്കെ താങ്ങാൻ, അത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്ന നിമിഷം വരുമല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ മാഷിമാരൊന്നും വരില്ല. അപ്പോൾ ഞാനിങ്ങനെ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കും. അപ്പോൾ എല്ലാവരും ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞൊക്കെ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഫുൾ ക്ലാസ് സൗണ്ട് ആവും. ഞാൻ ഒറ്റയ്ക്ക് ലാസ്റ്റ് ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളം നിറക്കും. ഭയങ്കരമായിട്ട് സങ്കടം വരും. അപ്പോൾ ഞാൻ എണീച്ച് പോകും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ടൈം. അതായത് 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞാൻ കോളേജിലേക്ക് വരും, 15 മിനിറ്റ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ഒരു അവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. കോളേജിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങിപ്പോകും. വന്ന ആ സെക്കൻഡ് ഞാൻ കോളേജിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും. കാരണം എനിക്ക് ആൻസൈറ്റി അറ്റാക്ക് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. ഉള്ളിലൊരു കിതപ്പാണ് ഭയങ്കരമായിട്ട്. അതായത് എല്ലാം കൊണ്ടും എന്താണോ ഉദ്ദേശിച്ചത് അതൊന്നും നടക്കാത്തൊരവസ്ഥയല്ലേ. അപ്പോൾ അതായിരുന്നു എനിക്ക് കോളേജ് ലൈഫ്.
അപ്പോൾ ഞാൻ വേഗം ഇറങ്ങിപ്പോവും, എപ്പോഴും കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ എനിക്ക് കണ്ടോണേഷൻ വന്നു, ഡബിൾ കണ്ടോണേഷൻ വന്നു, എക്സാം എഴുതാൻ ചിലപ്പോഴേ പറ്റുമെന്നൊക്കെ സാറുമാരുടെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കണു. പേഴ്സണലി അവിടെ ഇരിക്കാൻ താല്പര്യമില്ല, ഇരുന്ന ഒരു ശ്വാസം മുട്ടലാണ്. കോളേജൊക്കെ വിട്ട് വരുമ്പോൾ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഭയങ്കര സങ്കടത്തിലാവും. ലൈക്ക് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നൊക്കെ ഉണ്ടാവും ചില ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ബസ്സിൽ വരുമ്പോൾ ഇടയ്ക്ക് ഇയർഫോൺ ഇട്ടിട്ട് സാഡ് സോങ് ഒക്കെ കേൾക്കും, സങ്കടമുള്ള. ഓൾറെഡി നമുക്ക് സങ്കടം ഉണ്ടാവും, അപ്പോൾ അതൊന്നും അധികമാക്കാൻ എന്ത് ചെയ്യും, സങ്കടമുള്ള പാട്ടുകളൊക്കെ കേൾക്കും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. ഈ കരഞ്ഞ ഒരു സുഖമാണ്, ഈ കരഞ്ഞ നമ്മളുടെ ഉള്ളിൽ നിന്നാണ്ട് പോയി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം കരയാനാണ് നോക്കുക, മാക്സിമം. കാരണം ഉള്ളിൽ വെച്ചിട്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല, ഒരു സങ്കടം. ഈ ഉള്ളിൽ വെച്ച് നടക്കുമ്പോഴാണ് അത് ഭയങ്കര സിക്കാക്കുന്നത്. അപ്പോൾ അതൊക്കെ അപ്പോഴാണ് പഠിച്ചിട്ടോ, ഈ സങ്കടങ്ങളൊക്കെ വന്നിട്ടാണ് ഞാൻ അതൊക്കെ പഠിച്ചത്. ഉള്ളിലൊന്നും വെക്കരുത്, ഒക്കെ പുറത്ത് എക്സ്പ്രസ് ചെയ്ത് കളയണമെന്ന്. അപ്പോൾ എക്സാമുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ലൈക്ക് ലിറ്ററലി ഞാൻ എക്സാം ഹാളിൽ നിന്ന് എത്രയോ നീച്ചു പോയിക്കണം. ഞാൻ പേപ്പർ ടീച്ചറിന് കൊടുത്തിട്ട് ഞാൻ പോവും 10 മിനിറ്റ് കഴിഞ്ഞാൽ. കാരണം എനിക്ക് ഇഷ്ടമല്ല സബ്ജക്റ്റ് അല്ല ഇത്, ഞാൻ വന്ന കാര്യങ്ങളും നടന്നില്ല. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാൻ ഇങ്ങനെ നേരത്തെ നീച്ച് സപ്ലൈ എക്സാം എഴുതിയിട്ട് നേരത്തെ നീച്ചിട്ട് പേപ്പർ കൊടുത്തു. ടീച്ചർ ചോദിച്ചു ഇത് നടക്കുമോ, ജയിക്കുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ടീച്ചറെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ലൈക്ക് വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം മെല്ലെ നടന്ന് ആ സ്റ്റെപ്പൊക്കെ എത്തിയപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് എല്ലാം വെള്ളം വരാൻ തുടങ്ങി. കാരണം നമ്മുടെ മൈൻഡിൽ നമ്മുടെ ഉപ്പ പൈസ മുടക്കണു, നമ്മുടെ ഉമ്മ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണു, ഉപ്പ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ തോറ്റിങ്ങനെ പോവുകയാണ്, ഈ എക്സാമിലും തോക്കുകയാണ്, നാലോട്ട് സോഷ്യലി തോറ്റുപോയി ഇരിക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിലൊരു ഇന്നെ ആലോചിച്ചിട്ടല്ല, പാരൻസിനെ ആലോചിച്ചിട്ടൊരു സങ്കടം വരുമല്ലോ. അല്ലെങ്കിൽ ഓല് പൈസ മുടക്കിയിട്ട് ഈ പണിയെടുക്കുമ്പോൾ നമ്മളെല്ലാ എക്സാമും സപ്ലി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമല്ലേ. അപ്പോൾ ഞാൻ കുത്തിയിരുന്ന് പഠിക്കും, നല്ല പഠിക്കും ഞാൻ. പക്ഷേ എനിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമല്ല. എക്സാമിൽ ഞാൻ തോക്കാൻ കാരണം ഒന്നാമത് പഠനം, അതിലുപരി എനിക്കവിടെ പീസ്ഫുൾ ആയിരുന്നില്ല. ഞാൻ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ ക്ലാസ്സും എല്ലാതും ഭയങ്കര ഒറ്റക്കും ഭയങ്കര ഡിപ്രസ്ഡ് ആയപ്പോൾ ഞാൻ മാക്സിമം എല്ലാത്തിലും ഉഴപ്പി, ഞാൻ തന്നെ അറിയാണ്ട്. അപ്പോൾ നമ്മളൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ, നമുക്കൊന്നും അടുത്ത ഓപ്ഷന് ചൂസ് ചെയ്യാൻ ഉള്ള ഒരു ലക്ഷറിയൊന്നും നമുക്കില്ല. അപ്പോൾ ഓക്കെ സമ്മതിച്ചു. എന്നിട്ട് ഇങ്ങനെ കോളേജ് പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ പോകുമ്പോൾ ഈ കാലം ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാനിങ്ങനെ എക്സാം കഴിഞ്ഞിങ്ങനെ നടന്നു വരിക. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഞാൻ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങനെ ലോറികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡ് ഒരു നിമിഷത്തേക്ക് എന്താ അപ്പുറത്ത് കണ്ട് ചാടി, റോഡ് കണ്ട് ചാടി തീർന്നാലോ എന്നൊക്കെ നമുക്ക് ആലോചന വരും. അങ്ങനെ ഒരു പോയിന്റിലോട്ട് എത്തി. എല്ലാം കൊണ്ടും എന്താ സോഷ്യലി ഫ്രണ്ട്സ് ഉണ്ടോ ഇല്ല, റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല, ആരെങ്കിലും ഹോപ്പ് ചെയ്യാനും ഇപ്പോൾ ഫാമിലി അല്ലാതെ ആരും ഇല്ല, ഫാമിലിയോട്ട് പഠിക്കണുണ്ടോ ഞാൻ, അതുമില്ല. അപ്പോൾ മൊത്തത്തിലൊരു പീക്ക് ലെവൽ ഡിപ്രഷൻ ആയപ്പോൾ എന്നിട്ട് തീർന്നു കിട്ടിയാൽ ലൈഫ് തീർത്താലോ എന്നൊക്കെ ആലോചിക്കുന്ന നിമിഷം ഒക്കെ കടന്നു പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നിർത്താൻ തീരുമാനിച്ചു. കോളേജ് നിർത്താൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ചു. പിന്നെ വീട്ടിൽ ഫുള്ള് എന്നും ഇങ്ങനെ സംസാരമായി, കോളേജ് നിർത്തണമെന്ന് ഞാൻ എന്നും പറയും, അതൊന്നും നടക്കില്ല. അങ്ങനെ സംസാരമായി, വർത്താനായി. പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് കുറച്ച് പിള്ളേർ വന്നു. ജൂനിയേഴ്സ് വന്നപ്പോൾ അതൊരു റിലീഫായിരുന്നു. നമുക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മുഹസിൻ ഹുസൈൻ പറഞ്ഞ. അപ്പോൾ അവർ രണ്ടാളും വന്നപ്പോൾ അവർ കാരണമാണ് കുറച്ചും കൂടി ഞാൻ കോളേജിൽ പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിയിരുന്നു. ഇറങ്ങാൻ വീട്ടുകാർ സമ്മതിച്ചില്ല, എന്നാലും കാരണം അവർ വന്നപ്പോൾ റിലീഫാണ്. ഞാൻ എപ്പോഴും ജൂനിയേഴ്സിൻ്റെ പിന്നാലെ ജൂനിയേഴ്സിൻ്റെ ക്ലാസ്സിൽ എപ്പോഴും ഞാൻ ജൂനിയേഴ്സിൻ്റെ പിന്നാലെ. അവർ വന്നപ്പോൾ എന്താ പറയുക, ഈ കത്തിയും കൊണ്ട് നിൽക്കുന്ന എന്താ പറയുക, അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, ഒരു റിലീഫ് കിട്ടുമല്ലോ. എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര റിലീഫായിരുന്നു. ആ ഭയങ്കര സ്ട്രഗിളിങ് പീരീഡിൽ എനിക്കൊരു സമാധാനം കിട്ടിയത് എൻ്റെ ജൂനിയേഴ്സ് വന്നപ്പോഴാണ്. അപ്പോൾ അവർ വന്നപ്പോൾ അവരുമായിട്ട് ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്, അതാണ് എൻ്റെ കോളേജിലെ ഞാൻ പറഞ്ഞത് 90% പെയിൻഫുൾ ആയിരുന്നു. ബാക്കി 10% ഇവർ കാരണം, എൻ്റെ ജൂനിയേഴ്സ് കാരണമാണ് എനിക്കൊരു സമാധാനവും സന്തോഷം കിട്ടിയത് കോളേജ് ലൈഫിൽ. അപ്പോൾ അവർ വന്നപ്പോൾ അതൊരു ഭയങ്കര രസമായിരുന്നു, ഭയങ്കര റിലീഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോയി. അവസാനം നടക്കൂല, ഇവിടെ നിന്നാൽ ഞാൻ ഡിപ്രസ്ഡ് അടിച്ച് എന്തെങ്കിലുമൊക്കെ ആയി തീരുമെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഫിറ്റ്നസ് ചെറുപ്പം മുതലേ ഞാൻ ജിമ്മും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ പണ്ട് മുതലേ ജിം ട്രെയിനർ ആവാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഫിറ്റ്നസ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെയാണ് ഞാനിങ്ങനെ കോഴ്സൊക്കെ എടുത്ത്, ജിമ്മിൻ്റെ കോഴ്സൊക്കെ ഞാൻ എടുത്തു. കോളേജിൻ്റെ ഒപ്പം എൻ്റെ എടുത്തപ്പോഴാണ് മനസ്സിലായി ഇതാണ് എൻ്റെ വേ എന്നൊക്കെ മനസ്സിലായി. ലൈക്ക് ഫിറ്റ്നസ് ഇതാണ് എൻ്റെ വേ. ഞാൻ പറഞ്ഞു പണ്ട് ഞാൻ വിചാരിച്ചു ജിമ്മ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ നല്ല മസിൽ വെച്ച് ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷെ അതല്ല ഒരു ജിം ട്രെയിനർ, മറിച്ച് അത് ഭയങ്കരമായിട്ട് പഠിക്കാനുള്ള ഒരു ഇഷ്യൂ ആണ്. അനാറ്റമി ആയിക്കോട്ടെ, ഫിസിയോളജി ആയിക്കോട്ടെ, കൈനസോളജി ആയിക്കോട്ടെ, കുറേ കാര്യങ്ങൾ ഇതിൽ പഠിക്കാണ്ട് എന്ന് പിന്നെയാണ് മനസ്സിലായത്. ആദ്യം ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒന്നും പഠിക്കാണ്ട് പോയി ജിം ആശാനാവുക എന്നാണ്. അതുകൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഇതൊരു വലിയൊരു ഭയങ്കര സാധ്യതയുള്ളൊരു കോഴ്സാണ് എന്നും ഇതിന് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് എന്നും കുറേ വിഷയങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാണ്ട് ഓരോന്ന് ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിക്കാണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇതാണ് എൻ്റെ ഇത് മതി, ഇതാണ് എനിക്ക് ഈ ഫുഡിനെ പറ്റിയല്ല മറിച്ച് ഫിറ്റ്നസ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. നമുക്ക് കൊച്ചിയിൽ നല്ലൊരു വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കോച്ചായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടി എനിക്ക്. ഞാൻ ഇങ്ങനെ സ്പോർട്സിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു, അതുകൊണ്ട് അത് വഴി എനിക്ക് കിട്ടി. ഈ കോഴ്സ് എടുത്തപ്പോഴാണ് ഓക്കെ ഇതാണ് എൻ്റെ വേ, ഈ പണിയാണ് എനിക്ക് സമാധാനം തരുള്ളൂ എന്ന് മനസ്സിലാക്കി. കോളേജ് തീരാൻ 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. കോളേജ് തീരാൻ 6 മാസം ഉള്ളപ്പോഴാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ TC വാങ്ങിയത്. ഞാൻ വീട്ടിൽ പറഞ്ഞ് സമ്മതിച്ചു. എൻ്റെ അപ്പയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹീറോ. കാരണം എൻ്റെ അപ്പാനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, ഉപ്പാ ഇത് നടക്കും തോന്നുന്നില്ല, ഈ കോളേജ് ലൈഫ് എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഇത് ഇഷ്ടമല്ല, ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യാനാണ് താല്പര്യം എന്ന് അപ്പാനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര വലുതായില്ല, ഇനിയിപ്പോൾ എന്നോട് ഞാൻ എന്ത് പറയാനാണ്, എനിക്ക് ഇതാ താല്പര്യമെങ്കിൽ ഇതിലോട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊക്കെ അന്ന് ഭയങ്കര സങ്കടം കരച്ചിലും വന്നിരുന്നു. കാരണം ഇത്രയും പൈസ മുടക്കിയിട്ടും നമ്മുടെ ഇതിനെ സമ്മതിച്ചല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ടൊരു സങ്കടം കാര്യങ്ങളൊക്കെ വന്ന ഒരു ടൈം ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴാണ് എൻ്റെ ഇപ്പം സമ്മതിച്ച് ഓക്കെ ഈ കോഴ്സ് എടുത്തോ, എൻ്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. കാരണം 6 മാസം ഉണ്ടായിരുന്നുള്ളൂ കോളേജിൽ നിൽക്കാൻ. അപ്പോഴാണ് എൻ്റെ ഇപ്പം ഓക്കെ സമ്മതിച്ചത്. കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഇത് ഫോക്കസ് ചെയ്ത് പോയി. ഫിറ്റ്നസിൻ്റെ ഒരു കോഴ്സ് എടുത്തു, അത് പാസ്സായി, നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു, നല്ലൊരു കമ്പനിയിൽ ജോബ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സൈക്കോളജി ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിഹേവിയറിനെ പറ്റി, മനുഷ്യൻ്റെ മൈൻഡിനെ പറ്റിയൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിഷ്ടമുള്ള സൈക്കോളജി പറഞ്ഞിട്ട് കോഴ്സ് എടുത്തു. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് ട്രെയിനറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫാണ് ചേഞ്ചായി. എൻ്റെ ഇപ്പം അന്ന് പറഞ്ഞ ആ ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരിൻ്റെ അമ്മയപ്പം സമ്മതിച്ചുകൊണ്ട് മാത്രം എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ടാണ് ചേഞ്ചായി. ഇപ്പോൾ കറൻ്റ്ലി ഒരു വർഷമായി ഞാൻ പീക്ക് ലെവൽ ഓഫ് ഹാപ്പിനെസ്സിലും സന്തോഷത്തിലാണ്. എല്ലാം കൊണ്ടും പറയാലോ, എനിക്ക് ഭയങ്കര സമാധാനം, ഇവിടെ ഭയങ്കര സന്തോഷമാണ്. കോളേജിൽ ഞാൻ അനുഭവിച്ച ആ ഒരു സങ്കടമൊക്കെ പടച്ചോനിക്ക് എന്ത് ചെയ്തു, ഇവിടെ നിന്നിട്ട് മാറ്റി തന്നു. ഭയങ്കരമായിട്ട് ചേഞ്ചായി. അതായത് എനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതേപോലെ ഞാൻ ചെയ്യുന്നു. ഒരു സന്തോഷം സമാധാനവും കിട്ടിയൊരു സമയമാണ്. ഈ വീഡിയോയിൽ ഇടയ്ക്ക് ഞാൻ ഫുള്ള് പറഞ്ഞിട്ടില്ല, ഇതിനും കുറേ കഥകൾ കുറേ ഉണ്ട്, ഒന്നും പറയാൻ ടൈമില്ല. അപ്പോൾ അന്ന് എൻ്റെ അമ്മയപ്പം സമ്മതിച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നത്. പലരും പലതും ഫാമിലിയിലായാലും ഫ്രണ്ട്സായാലും പിന്നെ എന്താ 6 മാസമുള്ളൂ പിന്നെ നിർത്തിയത് എന്താണെന്ന് കുറേ ചോദ്യങ്ങൾ വന്നു. ഒരാളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഒരാളോട് ഞാൻ ഇതുകൊണ്ടാണ് നിർത്തിയെന്ന് ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യാൻ നിന്നില്ല. എൻ്റെ അപ്പാക്കും ഉമ്മാക്കും കൺവിൻസായി മതി, വേറെ ആർക്കും കൺവിൻസ് ആവേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു പോയിൻ്റായിരുന്നു എനിക്ക്. കാരണം എൻ്റെ ഫീലിങ്സ് നമുക്കൊരിക്കലും വേർഡ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരാൻ മാത്രമുള്ളൊരു ബേർഡൻ എനിക്കില്ല എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മനുഷ്യന് സമാധാനമായിട്ട് കടന്നുറങ്ങണം, അതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. പക്ഷെ എപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു സങ്കടം, ആ ഒരു വിഷമം തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചത്. ഒരു സന്തോഷമല്ല, മറിച്ച് സങ്കടങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചതും എനിക്കിങ്ങനെ സംസാരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ സമാധാനത്തിൽ ജീവിക്കാനും പറ്റിയതിനൊക്കെ കാരണം പടച്ചോൻ അന്ന് തന്ന ആ സങ്കടങ്ങൾ മാത്രമാണ്. കാരണം അതിൽ നിന്ന് ഓരോ കാര്യങ്ങളും പഠിച്ചു. ഒരു സന്തോഷത്തിൽ നിന്ന് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒക്കെ സങ്കടത്തിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ഇതുവരെ എത്താൻ കാരണം എൻ്റെ സങ്കടങ്ങളായിരുന്നു ആ ഒരു 1-2.5 വർഷം ഞാൻ അനുഭവിച്ചത്. പക്ഷെ പടച്ചോൻ എനിക്കിങ്ങനെ ഒരു പരീക്ഷണം തന്നു, അതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റി. ഇപ്പം തന്നെ 39 മിനിറ്റായി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ബൈ.